CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്വന്തം മിഷന്മാരായ തെലുങ്കാന മിഷൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തെലുങ്കാന മിഷനിൽ മൂന്നാമത്തെ മിഷണറിയായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ച CSI മധ്യകേരള മഹായിടവകയുടെ 13ാമത് അധ്യക്ഷനുമായിരിക്കുന്ന അഭിയുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കൃഷി ചെറിയാൻ തിരുമേനിയോടൊപ്പം കൊച്ചമ്മ ജെസ്സി സാറ കൊച്ചമ്മയോടൊപ്പം അവരുടെ ജീവിതാനുഭവങ്ങളും അന്നത്തെ കാലത്തെ മിഷണറി ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ പങ്കുവയ്ക്കുന്ന നിമിഷമാണ്. ഈ സന്ദർഭത്തിൽ അഭിമന്യ തിരുമേനിയും കൊച്ചമ്മയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന മഹായിടവ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദ്യ തിരുമേനി, പ്രിയപ്പെട്ട കൊച്ചമ്മ, ഞങ്ങളിപ്പോൾ ഒരു 38 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രം കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 26-27 പ്രായമുള്ള ഒരു ചുറുചുറുക്കുള്ളൊരു വൈദികനും കൊച്ചമ്മയും ഈ ഒരു പിക്ചറിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്താണ് തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും തോന്നുന്നത്? എനിക്കൊന്ന് ജൂൺ 8 അങ്ങനെ കണ്ടായിരുന്നു ഡേറ്റ്, ശരിക്കും അങ്ങോട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെന്ന് ഷാജൻസിൻ്റെ വീട്ടിലോട്ടാണ് ചെന്നിട്ടോ. നമ്മൾ വറചട്ടി എന്ന് പറയുന്ന പ്രകൃതമായിരുന്നു അന്നൊരു മഴ പെയ്ത് ഏകദേശം 1 മാസം കഴിഞ്ഞാൽ. അവിടെ ഞങ്ങൾ ഒരാഴ്ച ജീവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൊഗില്ലപ്പള്ളിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, ഞങ്ങൾ എന്തോ ചെയ്യും. അവിടെ ഒരു ഡോക്ടറുണ്ട്, ജിജി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് കെ ഉമ്മൻ അച്ഛനാണെന്ന്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാബു ഒരു കാര്യം ചെയ്താൽ മതി, ബസ്സിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ നാറ്റമുള്ള ബസ്സാന്ന് നോക്കി അതേ കയറിയാൽ മതി. അന്നത്തെ ഒരു അനുഭവം അത് കറക്റ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, ഒരു ദിവസം നോക്കിയപ്പോൾ ബസ്സിൽ ചത്ത ആടിനെയും കൊണ്ട് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുക, 2 ദിവസം ആയതാ. അതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുക. അന്നേരം തോമസ് കെ ഉമ്മൻ അച്ഛൻ അന്ന് പറഞ്ഞ കഥ ഞങ്ങൾ ഓർക്കുകയൊക്കെ ചെയ്യും. തിരുമേനി പുന്നക്കാട് എന്ന ഗ്രാമീണ പ്രദേശത്ത് നിന്നും തെലുങ്കാനയുടെ മണ്ണിലേക്ക് അപ്പം എത്തുമ്പോൾ അവിടെ ഭാഷ വ്യത്യാസമാണ്, സംസ്കാരം വ്യത്യാസമാണ്. ഇതെല്ലാം കൂടെ അവിടേക്കൊന്ന് ചേരാൻ വേണ്ടി എത്ര സമയമെടുത്തു? ഏകദേശം 6 മാസം എടുത്തു കാണും. കാരണം ഒന്ന് ഭയങ്കര ചൂട്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ, വഴിയെന്ന് പറയുന്നത് ഇല്ല. ഗ്രാമത്തിൽ നിന്ന് മിഷൻ ഹൗസ് വരെ വരുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവബഹുലമാണ്. കാരണം മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുക. അവിടെ റോഡ് മുഴുവൻ ഒരു പൊത്തയ്ക്ക് മുകളിൽ ചിലയിടങ്ങളിൽ 3/4 അടി വരെ വെള്ളം കാണും. അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നമാണ്. ഭാഷ പഠിക്കണം. ഭാഷ പഠിക്കാൻ അവിടെ ഒരു തിരുപ്പചാര്യ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്, ഒരു ബ്രാഹ്മിൺ അധ്യാപകൻ. അദ്ദേഹമാണ് ഞങ്ങളെ എല്ലാം ഭാഷ പഠിപ്പിച്ചു. നാനാൻ അച്ഛനെ, തോമസ് കെ ഉമ്മൻ അച്ഛനെ, ഞങ്ങൾക്ക് അതിന് ശേഷം വന്ന മിഷണറിമാരെ ഒക്കെ ഭാഷ പഠിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം വീട്ടിൽ വരും, ഭാഷ പഠിപ്പിക്കും. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് കൃത്യമായി വായിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് പ്രസംഗം എഴുതണം. ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ പ്രസംഗം എഴുതിയാൽ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെയാണ് ആദ്യത്തെ പ്രസംഗം ഡിസംബർ ആയപ്പം പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം വേറെ മാർഗമില്ല, ആരുമില്ല സഹായിക്കാൻ. അവിടെ ആരാധന എടുക്കാൻ ആളില്ല. ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഈ മലയാളത്തിൽ തെലുങ്ക് എഴുതത്തില്ലെന്ന് തീരുമാനിച്ചു. പലർക്കും പറ്റുന്ന പ്രശ്നം, ഇത് മലയാളത്തിൽ എഴുതി വെക്കും, ആ പുസ്തകം കൊണ്ട് ആരാധന വായിക്കും, പിന്നെ ഒരു ഭാഷ പഠിക്കത്തില്ല. ഞങ്ങൾക്കതുകൊണ്ടുണ്ടായ ഒരു ഗുണം, ഞങ്ങൾ അങ്ങനെ എഴുതാഞ്ഞത് കാരണം ഭാഷ വായിക്കാൻ അല്പാൽപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ അതങ്ങ് പഠിച്ചു, പ്രസംഗിക്കാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് രസകരമായ ചില സംഭവങ്ങളുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ആരാധന എടുത്തുകൊണ്ടിരിക്കുക, കമ്മ്യൂണിയൻ സർവീസ്, കാസായും പീലാസായും എടുത്ത് കൈ പിടിച്ചുകൊണ്ട് దేవా నీవు ఇచ్చిన అన్ని ఆవుల కొరకు వందనాలు అని പറഞ്ഞു.
അവിടുന്ന് ജനം മുഴുവൻ കൂടെ അങ്ങ് കൂകി വിളിച്ച് ചിരിച്ചു. എനിക്കാണേ കൊണ്ട് ഭയങ്കര അരിശവും. ഞാൻ കമ്മ്യൂണിറ്റി സർവീസ് നടത്തുക, ഇവരുണ്ടാ കൂകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അരിശപ്പെട്ട് സർവീസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നിച്ചു എന്നോട് പറഞ്ഞു, അയ്യാ ആവുലു എന്ന് പറഞ്ഞ പശുക്കളെന്ന്. ഞാൻ ഈ കാസായും പിലാസയും എടുത്തു വെച്ചോണ്ട് പറഞ്ഞു, പശുക്കളെ തന്നതിന് സ്തോത്രമെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ കൂവിച്ചിരിക്കാതിരിക്കുമോ? അർത്ഥം ഇത്ര. ഈവുലു ആണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ. ആവുലു എന്ന് പറഞ്ഞ പശുക്കൾ. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മാറി. ഇങ്ങനെ എല്ലാ മിഷണറിമാർക്കും ഒത്തിരി ഇങ്ങനത്തെ കഥകളും പറയാൻ. പ്രിയപ്പെട്ട ജെസ്സി കൊച്ചമ്മ, ഒരുപാട് ആഗ്രഹങ്ങളേറിയാണ് പഠനം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ആ ശുശ്രൂഷയിലുണ്ടല്ലോ. പെട്ടെന്നാണ് മിഷൻ ഫീൽഡിലേക്ക് പോവുകയും അവിടെയുള്ള മിഷൻ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുകയും ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അന്നത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും? ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തൊട്ടേ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറായിട്ട് സാധുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കണം. അങ്ങനെ അതെപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ദൈവം ആ ആഗ്രഹത്തെ ആ വഴി കാണിച്ചു തന്ന് ആന്ധ്ര മിഷനിൽ എത്തിച്ചു. അതുകൊണ്ട് എനിക്കതൊരു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് അവിടുത്തെ പ്രവർത്തനം ഞാൻ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മാനസികമായിട്ട് ഞാനൊരു സംതൃപ്തി എനിക്ക് അവിടെ എൻ്റെ ജോലിയിൽ ഒരു ഹോമിയോ ഡോക്ടറായിട്ട് കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞങ്ങൾ ഡെലിവറി കേസ്, പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടേഴ്സ് ഡെലിവറി കേസ് കാണും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഞങ്ങളെ ഹോസ്പിറ്റലുകളിൽ വിടും. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു അമ്മയെ ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ കച്ചിയൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ ചൗക്കാളം വിരിച്ച് ഹസ്ബൻഡ് ഡെലിവറിക്കായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തോ ചെയ്യണം, ഞാനങ്ങ് ഭയങ്കര പ്രയാസം തോന്നി. അപ്പം നാൻസി കൊച്ചമ്മയുള്ള സമയത്ത് അവിടെ ഡെലിവറി എടുക്കുമായിരുന്നു. അതിന് ശേഷം ഞാൻ ഒരു ലേഡി ആയിട്ടൊരു ഡോക്ടർ ചെല്ലുന്നത് ഞാനാണ്. അപ്പോൾ അവർ വേദനയോടെ വന്ന സമയത്ത് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. 60 കിലോമീറ്റർ ഉള്ളിൽ വേറെ ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിയോട് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ANMO നേഴ്സിംഗ് പഠിച്ചവരോ ഡോക്ടേഴ്സ് ഇല്ല, ഗ്രാമത്തിൽ ഡോക്ടേഴ്സ് ഇല്ല. അങ്ങനെ ഒരാളെ കിട്ടി എനിക്ക്. പിന്നെ ഹോമിയോ മെഡിസിൻ കൊടുത്തു. ഏതായാലും അത് നോർമൽ ഡെലിവറി ആയിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് 14 ഡെലിവറി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതാണ് ഒരനുഭവം. വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ പാമ്പ് കടിച്ചാന്നറിയത്തില്ല, പേഷ്യൻസ് വരുമ്പോൾ നമ്മുടെ ആ ഗ്രാമത്തിൽ, പ്രത്യേകിച്ച് ആന്ധ്രയിൽ പോയിട്ടുള്ളവർക്കറിയാം, IP ഉണ്ട് നമുക്കവിടെ. അന്ന് ഞാനുള്ള സമയത്തൊക്കെ ഇൻപേഷ്യൻസ് ഉണ്ട് അവിടെ നിറച്ച ഒരു 3-4-5 പേര് കാണും. അപ്പോൾ ആ ഗ്രാമക്കാരെല്ലാവരും കൂടെ ആ കോമ്പൗണ്ടിലോട്ട് ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് വരും. പ്രത്യേകിച്ച് സീരിയസ് കേസായിരിക്കും, പാമ്പ് കടിച്ച് ഒരു അബോധാവസ്ഥയിലാണല്ലോ വരുന്നത്. അങ്ങനെ അബോധാവസ്ഥയിലുള്ള ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് വന്നിട്ട് അവന് ഫിറ്റ്സാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദേഹമൊക്കെ മഞ്ഞ കളറാകുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് വിഷമാണ്. അവർക്കറിയത്തില്ല ഇതെന്താ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദേഹത്ത് നോക്ക്, എവിടെയെങ്കിലും ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ കാലെ നോക്കിയപ്പോൾ കാലിൻ്റെ അടിവശത്തായിട്ട് ഒരു പാടുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, പാമ്പാന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ ആളിനെ രക്ഷിക്കുക, അതാണ്. അപ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ, ഹോമിയോ മരുന്ന് തന്നെ ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു, മരുന്നായിട്ട് കൊടുത്തു. ഏകദേശം കണ്ണ് കാണത്തില്ലായിരുന്നു ആ പയ്യന്, അബോധാവസ്ഥയായിരുന്നു. പതുക്കെ കണ്ണിങ്ങനെ തുറന്നു, കണ്ണിൻ്റെ പാടയൊക്കെ വന്ന് പിന്നെ അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ട് കൂടെ. അപ്പം അവരോട് പറയും, നിങ്ങൾ യേശു പ്രഭുവിനോട് പ്രാർത്ഥിര്, ഞങ്ങൾ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു ചാപ്പലുണ്ട്, പള്ളിയുണ്ട്. അവരവിടെ പോയി പ്രാർത്ഥിക്കും. പിന്നെ അവിടുത്തെ രീതി അനുസരിച്ച് തേങ്ങയൊക്കെ ഉടയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു 3 മണിക്കൂറായപ്പോഴത്തേക്ക് ഈ പയ്യന് ചാടി എഴുന്നേറ്റ് ഇവന് കണ്ണ് കാണത്തില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവന് കണ്ണ് കാണാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ അവൻ്റെ ഓരോ അവയവും മരിച്ചത് ജീവിച്ച് വന്നു. എന്നിട്ട് അന്ന് പേപ്പറിലൊക്കെ ന്യൂസ് വന്നതാണ്, പ്രാണം കാപ്പാടിന ഹോമിയോ ഡാക്ടറിലും സേവ
ഗൊപ്പതീയം എന്ന് പറഞ്ഞാൽ പ്രാണൻ രക്ഷിച്ച ഹോമിയോ ഡോക്ടറുടെ സേവനം പ്രശംസയാണ്. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ദൈവത്തിനെ അനുഭവിച്ചറിയാൻ സാധിക്കും ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ അവരിലേക്ക് നമുക്ക് പകരാൻ പറ്റും. അങ്ങനെ ധാരാളം പേരെ ഈ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. മിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം സാമൂഹികപരമായിട്ടും സഭാപരമായിട്ടും ആശുപത്രി, ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിച്ചത് അന്നത്തെ കാലത്ത് ആ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ 3 വിധത്തിലായിരുന്നു. ഒന്ന് സോഷ്യൽ കൺസേൺ, 2 അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, 3 അവരുടെ സ്പിരിച്വൽ. ഈ 3 മേഖലകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസം ചെയ്തിരുന്നത് ഗ്രാമങ്ങളിൽ സ്കൂൾ നടത്തുക, നൈറ്റ് സ്കൂൾ, നൈറ്റ് ബഡി എന്നാണ് പറയുന്നത്, രാത്രി ബഡി, അത് നടത്തുമായിരുന്നു. ഗ്രാമങ്ങളിൽ പോയി അവിടെ എഴുത്തും വായനയും അറിയാത്തവർക്ക് വേണ്ടി അക്ഷരം പഠിപ്പിക്കുക, അവരെ വേദപുസ്തകത്തിലൂടെ വായിക്കുവാൻ അവരെ പഠിപ്പിക്കുക, അതൊക്കെയാണ് ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ കുട്ടികളെ സ്പോൺസർ ചെയ്യും പഠിക്കാനായിട്ട്. അങ്ങനെയാണ് മിടുക്കരായ കുട്ടികളെ മെഡിസിന് വിടുക, അതുപോലെ എൻജിനീയറിംഗ് വിടുക, ഇങ്ങനെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ എല്ലാം പഠിക്കാൻ വിടുക. അതായിരുന്നു വേറൊരു മേഖല. വേറൊന്ന് സാമൂഹികമായ മാറ്റം, പരിവർത്തനം ഉണ്ടാകേണ്ടതേറെ ആവശ്യം. അത് പറയുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ തൊഴിൽ, അവരെ ഭയങ്കരമായി ചൂഷണം ചെയ്യുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെമി ബോണ്ടഡ് ലേബേഴ്സ് ആയിരുന്നു അവർ. അങ്ങനെ പറയാൻ കാരണം, ഒരു വർഷത്തെ ജിതമെന്നാണ് പറയുന്നത് ശമ്പളത്തിന്. ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ ഒന്നിച്ചു കൊടുക്കും. ആ ഒരു വർഷം മുഴുവൻ വർക്ക് ചെയ്യണം. ഒരു ദിവസം അവധി എടുത്താൽ അടുത്ത വർഷം 2 ദിവസം ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം. അപ്പോൾ എങ്ങനായാലും ഒരു മനുഷ്യൻ രോഗമായി എന്തെങ്കിലും ആവശ്യങ്ങൾ വരും, 10-30 ദിവസം അവധി എടുക്കും എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2 മാസം ആ ജന്മിക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം. ഒരു 5 വർഷം കഴിയുമ്പം ഗതി അവന് ഒട്ടും ശമ്പളം കാണത്തില്ല, ഫ്രീ ആയിട്ട് ജോലി ചെയ്യേണ്ട സാഹചര്യമാകും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അന്നത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും തുച്ഛമാണ്. ഡെയിലി വേജസിന് പോയ സ്ത്രീകൾക്ക് 15 രൂപയൊക്കെയാണ് കൂലി, 10 രൂപ 15 രൂപ കൂലിയാണെന്നുള്ളത്. നമ്മുടെ ഇവിടെ ഏകദേശം 75 രൂപ 80 രൂപ കൂലിയുള്ള സമയമാണ്. അത്രയൊക്കെയുള്ള വ്യത്യാസം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്രാമത്തിൽ പോയി ഇവരെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇത്രയും ശമ്പളം കിട്ടണം. ഞങ്ങൾ 25 രൂപ ശമ്പളം കിട്ടാതെ നിങ്ങൾ ജോലിക്ക് പോകരുത്. കുറേ നാളെ അവരെ ഇത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇല്ല പോകത്തില്ലെന്ന് പറഞ്ഞ് ക്രമീകരിച്ചു. ജന്മിയുടെ ട്രാക്ടർ വരും, അവർ 2 പേരിട്ട് വെട്ടും, ഇവരെല്ലാം പോയി കയറും. അവസാനം ഒരു ദിവസം പറഞ്ഞ് ഇനി ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞു. അന്നും പോയി. അത് കഴിയുമ്പോൾ നെക്സ്ലൈറ്റ്സ് വന്നു രാത്രി. അവർ പറഞ്ഞു ഞങ്ങൾ ശമ്പളം കൂട്ടി കാണിക്കാമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, അവർ ഗ്രാമത്തിൽ പോയി 25 രൂപ കൂലി കിട്ടാതെ ആരും പണിക്ക് പോകരുത്, പോയാൽ തലമുട്ടയടിക്കുമെന്ന് പറഞ്ഞു. 2 സ്ത്രീകൾ ഒഴി വേറെ ആരും പോയില്ല. പിറ്റേ ദിവസം പട്ടാപ്പകലൊന്ന് അവരെ മുട്ടയടിച്ചിട്ട് പോയി. അവരുടെ ശമ്പളവും കൂടി. പക്ഷേ ആ ശമ്പളം കൂടാനുള്ള കാരണക്കാർ നമ്മളാണ്. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തു. നമുക്ക് നെക്സ്ലൈറ്റ്സിൻ്റെ മാർഗം ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ അവരെ സാമൂഹികമായി അവരെ ഉയർത്താൻ, അവരുടെ ശമ്പളം ഉയർത്തുവാൻ, അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് വളർത്തിയെടുക്കാനുള്ള ശ്രമം. അതിൻ്റെ വേറൊരു ഭാഗമായിരുന്നു മാസ് മാരേജ്. ഞങ്ങളവിടെ 25 വിവാഹം നടത്തിയിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ വന്ന് ആൺമക്കൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് പറയും ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ പൈസ തരണമെന്ന് പറയും. അങ്ങനെ ചോദിച്ചാണ് മക്കളില്ലാത്തവരൊന്നിൽ കൂടുതൽ പേരുടെ പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ പൈസ തന്നാണ് ഈ വിവാഹം നടത്തുന്നത്. അപ്പോൾ അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിവാഹം ഇതെല്ലാം ഒരേ സമയത്ത് നടക്കും. സമയം കുറിക്കുന്നതൊക്കെ കറക്റ്റായിരിക്കും. ഞങ്ങൾ പറയുന്ന സമയമേ അവരൊക്കെ കുറിക്കത്തുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ കല്യാണം നടക്കും, മോസ്കിൽ നടക്കും, പള്ളിയിൽ നടക്കും. എന്നിട്ട് എല്ലാവരെയും കാളവണ്ടി കെട്ടി അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് ഓരോ കുടുംബത്തിനും 20 പേരെ കൂടെ കൊണ്ടുവരാം. അത്രയും പേരെയും കൂടെ കൊണ്ടുവന്നാണ് വിവാഹം നടത്തിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെ പ്രായമായവരെ കെട്ടിക്കത്തുള്ളൂ. അവിടെ ശൈശവ വിവാഹം ഒത്തിരി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെതിരെ അങ്ങനല്ല, ഈ പ്രായമായ കെട്ടിക്കാവൂ എന്ന്, കല്യാണം കഴിക്കാവൂ എന്നൊക്കെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. 3ാമത്തെ മേഖലയാണ് അവരെ ആത്മീയമായി വളർത്തുക. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ യേശുവിനെ അറിയണമെന്ന് പറഞ്ഞു വരുമ്പോൾ
അവർക്ക് യേശു കർത്താവിനെ പറഞ്ഞു കൊടുക്കുന്നു, സഭയോട് ചേർക്കുന്നു ഈ പ്രക്രിയ. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റാണ് മിഷനിലൂടെ നടന്നിരുന്നത്. ആ നാടിന് തന്നെ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുമേനി 60 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണ്. അപ്പം നമ്മുടെ മിഷൻ ഇപ്പോൾ 60 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പം ഇനിയൊരു കാലത്തേക്ക് നമ്മുടെ മിഷനെ പറ്റിയുള്ള തിരുമേനിയുടെ ദർശനം എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു ദേശം എത്തിയാൽ അത് മിഷൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്, വിജയത്തെയാണ് കാണിക്കുന്നത്. പലർക്കും മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അറിയാത്തവരുടെ ചിന്ത എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളത് അവരുടെ ചിന്ത. അതല്ല, മനുഷ്യനെ മനുഷ്യനാക്കുക, അവൻ്റെ ബഹുമുഖമായ മേഖലയിലെ അവൻ്റെ വളർച്ച, വിദ്യാഭ്യാസപരമാകാം, സാമൂഹികമാകാം, സാംസ്കാരികമാകാം, എല്ലാ മേഖലയിലും അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇന്ന് നമ്മളുടെ പള്ളിയിൽ വരുന്ന 3rd ജനറേഷൻ എല്ലാം എഡ്യൂക്കേറ്റഡാണ്. ഒരുവിധം നല്ല സ്ഥാനങ്ങളിൽ ജോലിയിലെത്തിയ ധാരാളം ആളുകളുണ്ട്. അവർ വിശ്വാസത്തിൽ നന്നായിട്ട് വളർന്നു വരുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം വിജയകരമായിരുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എത്ര പേര് ക്രിസ്ത്യാനിയായി എന്നുള്ളതല്ല പ്രശ്നം, ആ നാട്ടിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ പ്രസക്തം. ആ വിധത്തിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലൊരു വിജയം തന്നെയായിരുന്നു. തിരുമേനി 60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മിഷൻ അല്ല ഇന്നുള്ളത്. തിരുമേനി ഓർമ്മിപ്പിച്ച പോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഒരുപാട് വളർച്ച കൈവരിച്ചു. അപ്പോൾ ഇനിയും ഒരു കാലഘട്ടത്തിൽ മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം ഈ ഒരു ആന്ധ്ര മിഷന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അതൊരു മറ്റൊരു മഹായിടവകയ്ക്ക് കൈമാറി പുതിയൊരു മിഷൻ ഫീൽഡിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം, അതിന്റെ പ്രായോഗികത, അതിനെക്കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? ഇന്ന് എല്ലാ മേഖലയിലും വളർച്ച എത്തി ധാരാളമായി. മിക്കയിടങ്ങളിലും ദേവാലയങ്ങളായി, വിശ്വാസികളായി. അവർ ഉപദേശിമാരെ, അവിടുത്തെ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ 60 വർഷമായപ്പോൾ ഒരു ഇവാലുവേഷൻ നടത്തണം. അവിടുത്തെ വളർച്ച എത്രമാത്രമായി എന്ന് നോക്കി സാധ്യമാകുമെങ്കിൽ കരുനഗർ ഡയസിസിന് അത് ഹാൻഡ് ഓവർ ചെയ്ത്, അവിടുത്തെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഉപദേശിമാരെ ഉൾപ്പെടെ ഹാൻഡ് ഓവർ ചെയ്യണം. ഉപദേശിമാരെയും അച്ഛന്മാരെയും അവിടുത്തെ ലാൻഡും എല്ലാം കൃത്യമാക്കി ജനങ്ങളെ ചേർത്ത് കരുനഗർ ഡയസിസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പുതിയ പ്രവർത്തന മേഖലകൾ നമ്മൾ കണ്ടെത്തണം. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. 60 വർഷമെന്ന് പറയുന്നൊരു ദീർഘമായ കാലഘട്ടമാണ്. പർക്കാൽ മിഷൻ ഇപ്പോൾ 100 വർഷങ്ങളായി. അത് ചില മേഖലകൾ ഹാൻഡ് ഓവർ ചെയ്യാണ്ടായിരുന്നു, അതിപ്പം ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രക്രിയയില്ല. സാധിക്കുമെങ്കിൽ ജോയിൻ്റായിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്യണം, അതായിരിക്കും നല്ലത് എന്ന് കരുതുന്നു. തിരുമേനി ഒരേ സമയം മിഷണറിയും അതുപോലെ തന്നെ ഒരു കുടുംബനാഥനുമാണ്. ഈ മിഷണറി പ്രവർത്തനത്തിനായിട്ടൊക്കെ തിരുമേനി മുന്നിട്ടിറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയോ, അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് എന്തായിരുന്നു? ഒരു ചോദ്യം കൂടെ, മകനെ പഠിപ്പിച്ച് വൈദികനാക്കിയ മാതാപിതാക്കൾ, അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മകൻ മിഷണറി പ്രദേശത്തേക്ക്, മിഷൻ പ്രദേശത്തേക്ക് പോയപ്പോൾ അവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇത്. അതിൽ തന്നെ തിരുമേനി എങ്ങനെയാണ് അതിനെ കണ്ടത്? എൻ്റെ പുതിയ ദൗത്യം, പ്രത്യേകിച്ച് വികസനങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങളും ഒട്ടുമില്ലാത്ത ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നുള്ള ചിന്തകൾ തിരുമേനി അലട്ടിയിരുന്നു എന്നുള്ളത് ചോദ്യം. വീട്ടുകാരുടെ താല്പര്യത്തിനല്ല അച്ഛനായത്, പക്ഷേ അവർക്ക് താല്പര്യമായിരുന്നു ഞാൻ പോകുന്നതിൽ. ഒരിക്കലും വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് അച്ഛനായതല്ല. എനിക്ക് ആവശ്യമെങ്കിൽ എൻ്റെ അമേരിക്കൻ വിസ കിട്ടിയതാണ്. വേണമെങ്കിൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകാമായിരുന്നു. അത് വേണ്ട എന്ന് BEd കഴിഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ച് തിയോളജിക്ക് പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് മിഷണറിയായി പോയതൊന്നും അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. 1. 2, മിഷണറി ആകാനുള്ള പ്രധാന കാരണം എൻ്റെ ഭാര്യയാണ്. കാരണം ഹോമിയോ ഡോക്ടറെ വിവാഹം കഴിച്ചു. ഞങ്ങളുടെ കല്യാണം നിശ്ചയിക്കുന്നത് ഡിസംബറിൽ.
ഡിസംബറിൽ കല്യാണം ഉറച്ചു, ഏപ്രിലാണ് കല്യാണം. അപ്പോൾ ഇതിനിടയ്ക്കാണ് ട്രാൻസ്ഫർ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആന്ധ്രയിലേക്കൊരു കപ്പിൾ പോവുകയാണെങ്കിൽ ഹോമിയോ ഡോക്ടറോടാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് മാണി തിരുമേനി കരുതി കാണണം. ആദ്യം എന്നെ ജങ്കേഡിന് വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞ് ലെറ്റർ വന്നു. പിറ്റേ ആഴ്ച എന്നെ പറക്കാലിന് പോസ്റ്റ് ചെയ്തു, അതും നൾ ആൻഡ് വോയിഡ് എന്ന് എഴുതി. മൂന്നാമത്തെ ലെറ്ററാണ് ആ മുഗലപ്പള്ളിയിലേക്ക് ആന്ധ്ര മിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വന്ന ലെറ്റർ. അതാണ് ഉറച്ചത്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പം പറഞ്ഞു, ഒരു പക്ഷേ മിഷണറി ആവേണ്ടി വരും, അതൊക്കെ ആലോചിച്ചിട്ടേ നമ്മൾ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് അച്ചട്ടായി മിഷണറിയായി. അതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് മിഷണറി ആയി അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. പിന്നത്തെ ചോദ്യം സമയത്തെ പറ്റിയാണ്. ഞങ്ങൾ പ്രീച്ചിങ് ടൂർ എന്നും പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതായത് ഞങ്ങൾ പോയാൽ ഒരു 3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഗ്രാമത്തിൽ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇന്ന് രാവിലെ വരുമെങ്കിൽ ഞാൻ വൈകിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. കാരണം പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. അന്നത്തെ പോലെ ഫോണില്ല. നാട്ടിലോട്ടൊന്നും ഫോൺ വിളിക്കണേ പറക്കാലി വരണം ഞങ്ങൾ മുഗലപ്പള്ളിയിൽ. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സാധാരണ രാവിലെ വരുമെന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും വൈകിട്ടെന്നേ പറഞ്ഞിട്ട് പോകത്തുള്ളൂ. കാരണം വീട്ടിൽ പേടിക്കരുത്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ടൂറിന് പോയാൽ ഈ പ്രീച്ചിങ് ടൂർ എല്ലാ മാസവും ഉണ്ട്. പ്രീച്ചിങ് ടൂർ ഉപദേശിമാരും മിഷണറിമാരും കൊണ്ട് ചേർന്ന് ഓരോ ഗ്രാമത്തിൽ പോവുക, അവിടെ താമസിച്ച് അവിടെ ഉള്ള സൗകര്യത്തിൽ അവിടെ കിടക്കും. അവിടെ ഞങ്ങൾ കൊടുക്കുന്ന അരിയും പയറും ഒക്കെ അവർ കുക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരും. അങ്ങനെയായിരുന്നു അവിടുത്തെ വേല. ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നാട്ടിലൊരു പാരിഷ് ഇരുന്നാൽ കിട്ടത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. തിരുമേനി പിയോനാനച്ചൻ്റെ ദർശനവും നേതൃത്വവും ഈ മിഷന്റെ വളർച്ചയ്ക്ക് എന്തുമാത്രം വളർച്ചയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? പിയോനാനച്ചൻ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫ്രം ദ സ്ക്രാച്ച്. ഒന്നും അവിടെ ഇല്ല. ഒരു വീട്ടിൽ അച്ഛൻ ചെന്ന് താമസം ആരംഭിക്കുന്നു. ഒരു കുടിലെന്ന് പറയാം, വീടെന്നൊന്നും പറയാൻ കൊള്ളത്തില്ല, അതുപോലെ സൗകര്യത്തിലാണ്. അവിടെ ചെന്ന് അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചു. ആ ദേശത്തെ പരിചയപ്പെട്ടു. അച്ഛൻ്റെ മിഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിത്ത് വിതച്ചു പോകുന്നതിൻ്റെ ഉപമയെ ആധാരമാക്കിയായിരുന്നു. വിതച്ചു പോവുക. പിന്നീട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്കായി. ഞങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ സമയം മുതൽ വന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സ്മിത്ത് തിയോളജി എന്നാണ് ഞങ്ങളതിന് പേരിട്ടത്. എന്ന് പറഞ്ഞാൽ പിയോനാനച്ചൻ എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷം പറഞ്ഞ് പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ഒരു ഗ്രാമത്തിൽ പോയി സുവിശേഷം പറഞ്ഞാൽ അവിടുന്ന് ആളുകളുടെ സീക്കേഴ്സിനെ കിട്ടുവോളം കണ്ടിന്യൂസ് ആ ഗ്രാമത്തിൽ പോകും. അവർ 4 പേരെങ്കിലും താല്പര്യമുള്ളവർ കണ്ടാൽ അടുത്ത ഗ്രാമത്തിലെ ഉപദേശിയെ അവിടെ ആക്കും. ആ ഉപദേശിയോടെ പഠിപ്പിച്ച് അവിടെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ചെറിയ പ്രാർത്ഥനാക്കൂട്ടം ഉണ്ടാക്കിയെടുക്കുക. ഇതാ ബ്ലാക്ക് സ്മിത്ത് തിയോളജി എന്ന് പറയുന്നത്. ഒരു ഇരുമ്പ് ഉലയിൽ വെച്ച് കഴിഞ്ഞാൽ പഴുക്കണം, പഴുത്താൽ അത് പരക്കുവോളം ഉദ്ദേശിക്കുന്ന വിധത്തിൽ അടിച്ചു പരത്തി ഒരു എക്യുപ്മെൻറ്റ്, ഒരു പിച്ചാത്തിയോ വാക്കത്തിയോ എന്തെങ്കിലും ആക്കുന്നിടം വരെ കോൺസ്റ്റൻറ്റ് വർക്ക്. അപ്പോൾ ഞങ്ങളൊരു ഗ്രാമം സെലക്ട് ചെയ്താൽ ചിലപ്പോൾ 1 വർഷവും 2 വർഷവും തുടർച്ചയായിട്ട് അവിടെ പ്രീച്ചിങ് ടൂർ നടത്തും. ആ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുവോളം തുടർച്ചയായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അച്ഛനെന്ന് പറഞ്ഞത് എല്ലാ ഗ്രാമങ്ങളിലും പോകുമായിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ട്. ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിലെടുത്ത് അവിടുത്തെ റെസ്പോൺസ് കാണുന്നിടം വരെ ആ ഒരു ഗ്രാമത്തിൽ വർക്ക് ചെയ്ത് പോയത്. 2 തിയോളജിക്കൽ ബേസിസാണ് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് പോയിരുന്നത്. അച്ഛൻ ആ നാട്ടിൽ ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു. അവിടെ കാസ്റ്റ് ഭയങ്കരമാണല്ലോ, ജാതി വ്യവസ്ഥിതി ഭയങ്കരമാണ്. ഒരേ ഗ്രാമത്തിൽ തന്നെയാണെങ്കിലും ഓരോരുത്തർ താമസിക്കുന്ന വാഡ എന്നാണ് പറയുന്നത്. വാഡ എന്ന് പറഞ്ഞാൽ ഇപ്പം തെലുങ്കോലു എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നവരാ. അവർ താമസിക്കുന്ന തെലുങ്കോലു വാഡ. ഗൊല്ലോലു എന്ന് പറഞ്ഞാൽ ആടിനെ വളർത്തുന്നവരാ. ഗൊല്ലോലു വാഡ. അവരവിടെ ആയിരിക്കും താമസിക്കുന്നത്. ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയും
അവരുടെ ഓരോ ഏരിയയിലാണ് താമസിക്കുന്നത്. തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതിനിപ്പുറം അടുത്ത കമ്മ്യൂണിറ്റി താമസിക്കുന്നു. എല്ലാ കമ്മ്യൂണിറ്റിയിലും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അച്ഛന്. പ്രത്യേകിച്ച് ഹൈ കാസ്റ്റുകാരുടേക്കും നല്ല അക്സെപ്റ്റൻസ് അച്ഛനുണ്ടായിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കൂടെ പ്രവർത്തനങ്ങൾ അവിടെ ക്രിസ്ത്യൻ കൺസെപ്റ്റ് എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കാൻ, അവിടെ വേരുറപ്പിക്കാനൊക്കെ സാധിച്ചു. അത് പിന്നെ വന്ന മിഷണറിമാർക്ക്, പിന്നീട് വന്ന തോമസ് ക്യോമൻ തിരുമേനിയായിരുന്നു അവിടെ അച്ഛനായിട്ടുണ്ടായിരുന്നു. അച്ഛന് അതിനുശേഷം ഞങ്ങൾക്ക് പിന്നീട് വന്ന മിഷണറിമാർക്കൊക്കെ ഏറെ സഹായകരമായി. അവർ വലിയ ഒരു നയനാനച്ഛനെയും കൊച്ചമ്മയും അവർക്ക് ഭയങ്കര ആദരവോടാണ് സമൂഹം കണ്ടിരുന്നത്. കൊച്ചമ്മ ഹോമിയോ ഡോക്ടറായിട്ട് അവിടെ പ്രവർത്തിച്ചു. ഒത്തിരി പേരെ ചികിത്സിച്ച് സൗഖ്യം കൊടുത്തിട്ടൊരാൾ. ഈ നൈനാനച്ഛൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടെയായിരുന്നു. കാരണം അച്ഛൻ്റെ സമയത്താണ് ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ബസ് എത്തുന്നത്. ബസ്സില്ലായിരുന്നു. ടെലിഫോൺ എക്സ്ചേഞ്ച് കൊണ്ടുവന്നു. അങ്ങനെ ആ നാടിൻ്റെ വളർച്ചയ്ക്ക് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ആശുപത്രി, ഹോമിയോ ആശുപത്രി കൊണ്ടുവന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ വളർത്തിയെടുത്തത്, ഇതെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടായതെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും അച്ഛൻ്റെ ശ്രദ്ധ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ആ ഗ്രാമത്തിലുണ്ടായിട്ടുണ്ട്. തിരുമേനി പിയോനാനച്ഛൻ്റെ മകൾ നിർമ്മലയുടെ മരണം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. അതിനെക്കുറിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളും ഒക്കെ എന്തൊക്കെയായിരുന്നു തിരുമേനിയുടെയും അച്ഛനുടെയും? പിയോനാനച്ഛൻ്റെ മകൾ അസുഖമായപ്പോൾ അച്ഛന് പറക്കാലിന് കൊണ്ടുപോയി. ഭയങ്കര മഴയാണ്, വെള്ളപ്പൊക്കമായി. അന്ന് ചിറ്റിയാല എന്ന് പറയുന്ന റോഡിന് കുറുകെ കടക്കാനൊക്കത്തില്ല. ഒരാറുണ്ട്, ആറ് കടന്ന് അപ്പുറം പോകാനൊക്കത്തില്ല. അപ്പോൾ എല്ലാ വിധത്തിലും മുഗലപ്പള്ളി കട്ടായ ഒരു സാഹചര്യമായിരുന്നു. അവിടെ വെച്ച് കുഞ്ഞിന് അസുഖം വർദ്ധിച്ച് പറക്കാലിൽ വെച്ച് കുഞ്ഞ് മരിച്ചു. അപ്പോൾ നാൻസി കൊച്ചമ്മ മുഗലപ്പള്ള, കൊച്ചമ്മയ്ക്ക് കൊച്ചമ്മയെ അറിയിക്കാനൊക്കത്തില്ല, കൊണ്ടുവരാനുള്ള മാർഗമില്ല. അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിൽ മിഷണറിമാരും നാനാനച്ഛനും എല്ലാം കൂടി പറക്കാലില്ല കുഞ്ഞിനെ സംസ്കാരം നടത്തിയതിന് ശേഷമാണ് പിയോനാനച്ഛൻ മുഗല്ലപ്പള്ളിക്ക് ചെല്ലുന്നത്. അത് വലിയ വേദനാജനകമായൊരു സാഹചര്യമായിരുന്നു. ഒരമ്മ എന്ന നിലയിൽ കുഞ്ഞിനെ കാണാനും ആ സംസ്കാരത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുവാനും ഒക്കെ സാധിക്കാതെ പോയി എന്നുള്ളത്. പക്ഷേ ആ അനുഭവം അവരെ മിഷൻ ഫീൽഡിൽ നിന്ന് തിരികെ പോരാനല്ല പ്രേരിപ്പിച്ചത്. പിന്നെയോ ആ മിഷൻ ഫീൽഡിൽ നിന്നുകൊണ്ട് കൂടുതലായി വേല ചെയ്യുവാൻ ആണ് അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് അവിടുത്തെ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തീർന്നത്. ആ നിർമ്മല എന്ന് പറയുന്ന മകളുടെ ഓർമ്മയ്ക്കാണ് ബിഞ്ചു അച്ഛൻ, അതായത് പിയോനാനച്ഛൻ്റെ മരുമകൻ അവിടെ മിഷണറി ആയി ചെന്ന സമയത്ത് നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുഗലപ്പള്ളി ആരംഭിച്ചത്. ഇന്നും ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ നടുവിലാണ് അനുഗ്രഹിക്കപ്പെട്ട അന്ന് ആന്ധ്ര മിഷൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ തെലുങ്കാന മിഷന്റെ വളർച്ച. തിരുമേനിക്ക് മുമ്പും തിരുമേനിക്ക് ശേഷവും അന്യരായ അച്ഛന്മാര് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യും. പോയവരിലെല്ലാവരിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ തിരുമേനി ഞങ്ങളോട് അറിയിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് ഹൃദയസ്പർശമായ നിമിഷങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മിഷൻ മേഖലയിലേക്ക് പോകുന്ന വൈദികരോട് തിരുമേനിക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? മിഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കാലം ശുശ്രൂഷ ചെയ്തത് പിയോനാനച്ഛനായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം വേല ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ 8 വർഷം വർക്ക് ചെയ്തു. ഒരു 3 വർഷം എടുക്കും ആ സാഹചര്യവുമായി അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ കൾച്ചർ പഠിച്ച് അവരിലൊരാളായി തീരുവാൻ.
പിന്നീടുള്ള കാലഘട്ടങ്ങളിലെ നമുക്ക് എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മിഷണറിമാരോട് പറയാനുള്ള ആദ്യത്തെ കാര്യം ഭാഷ നന്നായി പഠിക്കണം. അവരുടെ സംസ്കാരം പഠിച്ച് അവരുടെ കൂടെ അവരിലൊരാളായി ഇഴുകിച്ചേരാൻ സാധിക്കണം. അടുത്ത കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ 3 വർഷം 4 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫറിന് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളുടെ ഫലകരമായ ശുശ്രൂഷ അവിടെ നിർവഹിക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 6 വർഷത്തിൽ കൂടുതൽ നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ പഠിച്ച് ഭാഷ പഠിച്ച് അവരിലൊരാളായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യണമെങ്കിൽ ലോങ് ടേം മിനിസ്ട്രിക്ക് നമ്മൾ തയ്യാറാകണം. നമ്മളെ ദൈവമാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെന്നുള്ള ബോധ്യത്തോടെ ആക്കുന്ന ഇടങ്ങളിൽ ഏത് മിഷൻ ഫീൽഡിലായാലും അവിടെ പ്രവർത്തിപ്പാൻ സാധിക്കണം. മിഷൻ ഫീൽഡിലുള്ള കാര്യം കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് വർക്ക് ചെയ്യുന്നതിന്. കമ്മിറ്റികളുടെ നിയന്ത്രണങ്ങൾ അധികമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മിഷനിൽ ഉള്ള പ്രവർത്തനങ്ങൾ ബഹുമുഖമായ വിധത്തിൽ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം മിഷണറിമാർക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്നായി ദൈവവേല ചെയ്യാനും ഉള്ളവരെ സ്നേഹിപ്പാനും അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും ഇടയാകട്ടെ. ദൈവം അതിനെല്ലാവർക്കും സഹായിക്കട്ടെ. കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ തിരുമേനിയോടും കൊച്ചമ്മയോടും ഒപ്പം ഒരു ആന്ധ്ര മിഷൻ യാത്ര നടത്തിയ ഒരു അനുഭവം പോലെയായിരുന്നു. അന്നത്തെ കാലത്തെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഒരു നേർചിത്രം പോലെ ഞങ്ങൾക്ക് മുന്നിൽ കാണുവാനായിട്ട് സാധിച്ചു. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം അന്നത്തെ കാലത്തെ അനുഭവങ്ങൾ പങ്കിട്ടതിന് ഞങ്ങളുടെ മധ്യകേരള മഹായുടെ യുവന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള അകമഴിഞ്ഞ സേവവും നന്ദിയും ബഹുമാനപ്പെട്ട തിരുമേനിയോടും കൊച്ചമ്മയോടും ഈ ദിവസത്തിൽ അറിയിക്കും. ഞങ്ങൾക്ക് മറ്റൊരു അഭ്യർത്ഥന ഉള്ളത്, തിരുമേനി ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ തെലുങ്കിലൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു. ഈ అభ్యర్థన കൂടി ఈ సమయത്ത് ഞങ്ങൾ వెళ్తుంది. ప్రార్థించుదాము. ప్రభు మా దేవ, నీవు ఇచ్చిన ఈ మంచి తరుణం కొరకై వందనాలు. ప్రభువా, మాకు ఈ విధముగా ఇక్కడ కూడి ఉండి ఆంధ్ర మిషన్ సేవను గురించి ఆలోచించుకొనుటకును నువ్వు ఇచ్చిన మంచి తరుణం కొరకై వందనాలు ప్రభువా. గతించిన కాలంలో అక్కడ సేవ చేసిన వాళ్ళందరి కొరకై ప్రార్థన చేస్తున్నాము. ప్రత్యేకంగా నీ సన్నిధానంలో చేరుకొని ఉన్న పియోనైన నయ్యగారికి అమ్మగారి యొక్క జీవితం కొరకై మేము నీకు వందనాలు చెల్లిస్తూ ఉంటున్నాము. ఇప్పుడు సేవ చేస్తున్న రుజు అయ్యగారికి అమ్మగారి కొరకై మేము వందనాలు చెల్లిస్తుంటున్నాము. ప్రభువా, ప్రత్యేకంగా గతించిన 60 సంవత్సరాలు నీ యొక్క మిషన్ పొలమును కాపాడినందుకు మేము నీకు వందనాలు చెల్లిస్తూ ఉంటున్నాము. ఇక్కడ ఉన్న క్రైస్తవులందరి కొరకై ప్రార్థన చేస్తున్నాము. అందరినీ జీవించండి అయ్యా. ప్రత్యేకంగా ఈ నెలలో జరుగుతున్న మీటింగ్ కొరకు, ప్రత్యేకంగా మల్లపల్లి గుడిలో ఉండి జరుగుతున్న మీటింగ్ కొరకై మేము ప్రార్థన చేస్తున్నాము. అందరూ కూడుకొని వచ్చి నీకు స్తుతులు స్తోత్రాలు చెల్లించుటకు తగిన కృపయు మాకు దయచేయండి అయ్యా. అందరిని దీవించండి అయ్యా. యేసుక్రీస్తు ద్వారా వేడుకొంచున్నాము. ఆమెన్. మన ప్రభు అయిన యేసుక్రీస్తు ఒక కృపయు దీవెనలు మనమందరికి తోడయు ఎల్లప్పుడూ ఉండునుగాక.